ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ മെക്കാനിക്സിലെ ബേസിക് ലോ ആയിട്ട് നമ്മൾ പറയാറുള്ളത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്നുള്ളത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ആക്ച്വലി. കാരണം എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ, ദാറ്റ് ഈസ് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. എക്സിന് ഡിസ്പ്ലേസ്മെൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് പറയാം. അതാണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അത് വെച്ചിട്ട് നമുക്ക് പല രീതിയിലും ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള പ്രോബ്ലങ്ങൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളത്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ വരുന്നത്. റെസ്റ്റോറിങ് ഫോഴ്സ് ഈസ് മൈനസ് കെ എക്സ് എന്ന രീതിയിൽ വരുന്ന ഇക്വേഷൻ. അപ്പോൾ അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടാവും. നിങ്ങൾക്കറിയാവുന്നതാണത്. സോ ദിസ് ഈസ് എ ഫേമസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, SHM എന്ന് പറയും. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. അനാലിറ്റിക് ആയിട്ട് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി എന്നാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരിക. മറ്റൊന്നുള്ളത് ഇപ്പോൾ ഡി എൻ ബൈ ഡി ടി സ് ലാംഡ എൻ എന്നുള്ളത് ന്യൂക്ലിയർ ഫിസിക്സിലെ the rate of decay of a radioactive nucleus is directly proportional to the number of undecayed nuclei at that time. എത്ര ന്യൂക്ലിയൈ ബാക്കിയുണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് റേറ്റ് ഓഫ് ഡീക്കേ വരിക. അപ്പോൾ ഡി എൻ ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ ഓർ ഡി എൻ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ലാംഡ എൻ. നെഗറ്റീവ് വരാൻ കാരണം എൻ ഡിക്രീസ് ചെയ്യുന്നതോറും ഡി എൻ ബൈ ഡി ടി എന്നുള്ളത് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് എൻ ഡിക്രീസ് ചെയ്യും. ഡി എൻ എന്നുള്ളത് നെഗറ്റീവ് ആയിരിക്കും, ഡി ടി പോസിറ്റീവ് ആണെങ്കിൽ. ടൈം കൂടുന്തോറും എൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് നെഗറ്റീവ് സൈൻ വന്നു. ഡി എൻ ബൈ ഡി ടി സിങ്കിൽ ലാംഡ എൻ എന്നുള്ളത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഡി എൻ ബൈ എൻ ഈസ് ഈക്വൽ ടു ലാംഡ ടി ഇ റൈസ് ടു ലാംഡ ടി എന്ന രീതിയിലാണ് ഇവിടെ വരിക. എൻ ഈക്വൽ ടു എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന ഫോമിൽ ഒരു സൊല്യൂഷൻ ഇവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പ്രഷൻ. അതുപോലെ ദിസ് എക്സ്പ്രഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് പ്ലസ് ബി എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു എഫ് സീറോ സൈൻ പി ടി എന്നുള്ളതിൽ ഇതൊരു ഇതെന്തല്ല SHM അല്ല, കാരണം സിമ്പിൾ ഹാർമോണിക് അല്ല. കാരണം ഇവിടെ വെലോസിറ്റി ടേം വരുന്നുണ്ട്, അപ്പോൾ അവിടെ ഡാമ്പിംഗ് ഉണ്ട്. പിന്നെ ഒരു എക്സ് ക്യൂബ് ടേം വരുന്നുണ്ട്, അപ്പോൾ ഒരു നോൺ ലീനിയർ ടേം വരുന്നുണ്ട്. അപ്പോൾ ഇത് എൻഹാർമോണിക് ഡാംപ്ഡ് ഓസിലേറ്ററാണ്. ഇത് നമുക്ക് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ രണ്ടെണ്ണം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഫിസിക്സിലെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലങ്ങളെ നമുക്ക് പ്രൈമറി അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് സാധാരണ മിക്കവാറും നമുക്ക് പരിചയമുള്ള എല്ലാ ഇക്വേഷനും അതിനൊരു അനാലിറ്റിക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ മീനിങ് ഒരു നോൺ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ്റെ ഫോമിൽ അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി എന്നുള്ളതും, രണ്ടാമത്തത് എൻ ഇസ് ഈക്വൽ ടു എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്നുള്ളത് അതിന് എക്സാമ്പിളാണ്. പക്ഷേ ഇത് വളരെ കുറഞ്ഞ ടൈപ്പ് ഇക്വേഷനിൽ മാത്രമേ ഇങ്ങനെ ഒരു ആക്ച്വൽ ദാറ്റ് ഈസ് ദ ട്രൂ സൊല്യൂഷൻ എന്നൊക്കെ പറയാം നമുക്കതിന്. കാരണം അത് എല്ലായിടത്തും വാലിഡാണ് ആ ഒരു സൊല്യൂഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ അനാലിറ്റിക് സൊല്യൂഷൻ ഈസ് പോസിബിൾ ഓൺലി ഫോർ സം ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ ഇങ്ങനെ അനാലിറ്റിക്കായിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് എക്സാമ്പിൾസ് വരും. അതിൽപ്പെട്ട ഒന്നാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ മൂന്നാമത്തെ എക്സാമ്പിൾ. ഇവിടെ എക്സ് ക്യൂബ് എന്നൊരു ടേം വന്നതുകൊണ്ട് ഇതൊരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനായി മാറി. നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അതേപോലെ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇവിടെ ബി എക്സ് ക്യൂബ് എന്നുള്ള ടേം ഇല്ലെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റിയിരുന്നു വളരെ ഈസി ആയിട്ട്. അത് നിങ്ങൾ ഉപാധ്യായയിലെല്ലാം ഇത് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കാൾഡ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം. ഇവിടെ ഫോഴ്സ്ഡ് ആൻഡ് ഡാമ്പിംഗ് ഉണ്ട്, ഫോഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ് ക്യൂബ്. അപ്പോൾ നോൺ ലീനിയറും കൂടെയാണിത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ ഒരു അനാലിറ്റിക് സൊല്യൂഷൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ദേ ഹാവ് ടു ബി സോൾവ്ഡ് ബൈ ന്യൂമറിക്കൽ മെത്തേഡ്സ്. അപ്പോൾ എന്തിനാണ് ന്യൂമറിക്കൽ സൊല്യൂഷൻ എന്നുള്ളത്? ദാറ്റ് ഈസ് വൈ ന്യൂമറിക്കൽ മെത്തേഡ് ഈസ് റിക്വയർഡ് ഫോർ സോൾവിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഈസ്, in one word we can say that all differential equations cannot be solved in terms of analytic solution. So we have to depend on numerical methods. ഇപ്പോൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്നുള്ളത് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽപ്പെട്ട ഒന്നാണ് സീരീസ് സൊല്യൂഷൻ ഫോർ വൈ ഇൻ ടേംസ്. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന dy ബൈ ഡി എക്സ് എന്ന രീതിയിൽ, സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്കൽ ഫോം എന്ന രീതിയിൽ dy ബൈ ഡി എക്സ് എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ y എന്നുള്ളത്
ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനും എക്സ് എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷനുമാണെങ്കിൽ we can have one type of solution is a series solution for y in terms of x. നമ്മുടെ വൈക്ക് എക്സിൻ്റെ ടൈമിൽ ഒരു സീരീസ് സൊല്യൂഷനാണ് ഒന്ന്. രണ്ടാമതായിട്ടുള്ളത് ഈ ടാബുലേറ്റഡ് എ സെറ്റ് ഓഫ് ടാബുലേറ്റഡ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിനും വൈക്കും ടാബുലേറ്റഡ് വാല്യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂസും വൈ വാല്യൂസും നമ്മൾ ടാബുലാർ ഫോമിൽ കാണിക്കുക. ഇങ്ങനെ രണ്ട് രീതിയിലും സൊല്യൂഷൻ പോസിബിൾ ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സൊല്യൂഷൻ എന്നത് ടൈലർ, പിക്കാർഡ്, അതെല്ലാം ഫസ്റ്റ് കേസാണ്. സെക്കൻഡ് കേസാണ് യൂളർ മെത്തേഡ്, ഓയിലർ എന്നും പറയാൻ ചിലർ, യൂളർ മെത്തേഡ്, രംഗിക്കുട്ട മെത്തേഡ്, ദെൻ എക്സെട്ര. ഇതെല്ലാം സെക്കൻഡ് മെത്തേഡിലുള്ളത്. അപ്പോൾ ഇതിലെ സെക്കൻഡ് മെത്തേഡിലുള്ളത് മാത്രമേ നമുക്ക് സിലബസിലുള്ളൂ. യൂളർ മെത്തേഡ് ആൻഡ് രംഗിക്കുട്ട ഫോർത്ത് ഓർഡർ മെത്തേഡ്, ഇത് രണ്ടുമാണ് നിങ്ങൾ സിലബസിലുള്ളത്. സോ ഹിയർ വി വിൽ സെക്കൻഡ് ഓർഡർ മെത്തേഡ് നിങ്ങൾ സിലബസിൽ പറയുന്നത്. ഹിയർ വി വിൽ കൺസിഡർ ഓൺലി ദ യൂളർ മെത്തേഡ് ആൻഡ് രംഗിക്കുട്ട സെക്കൻഡ് ഓർഡർ മെത്തേഡ്സ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് സെക്കൻഡ് ക്ലാസ്. സോ സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞ മീനിങ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണിത്. അവിടെ നമുക്ക് എക്സിനും വൈക്കും ടാബുലേറ്റഡ് വാല്യൂസ് ഫോം ചെയ്യുന്നത്, ന്യൂമറിക്കൽ വാല്യൂസ്. നമുക്കത് അതിനൊരു എക്സ്പ്രഷനൊന്നും കിട്ടില്ല അവിടെ. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ദാറ്റ് ഈസ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന രീതിയിൽ വരികയാണെങ്കിൽ ദിസ് ഈസ് കാൾഡ് എ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡർ എന്ന് പറയാൻ കാരണം ഇവിടെ dy ബൈ ഡി എക്സ് ഡിഫറൻഷ്യലിൻ്റെ ഫസ്റ്റ് ഓർഡർ മാത്രമേ വന്നിട്ടുള്ളത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന ടേം കൂടി ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ലീനിയർ ആണ്. ലീനിയർ ആവാൻ കാരണം dy ബൈ ഡി എക്സിൻ്റെ ഫസ്റ്റ് പവർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്നാണെങ്കിൽ അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവില്ല. സോ ദിസ് ഈസ് എ ലീനിയർ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡിനറി എന്ന് പറയാൻ കാരണം ഇവിടെ ഓർഡിനറി ഡിഫറൻഷ്യലാണ്. നേരെ മറിച്ച് ഡോ വൈ ബൈ ഡോ എക്സ് എന്നുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതിനെ നമുക്ക് ജനറലായി രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അതിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് സിലബസിലും അത് മാത്രമേ ഉള്ളൂ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ദർ ഈസ് എ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. നിങ്ങൾക്ക് അറിയാം dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സം എക്സ് പ്ലസ് വൈ എന്നാവാം, ഓർ എക്സ് മാത്രമാവാം, ഓർ വൈ എന്നുള്ളത് മാത്രമാവാം, ഓർ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ ആവാം, ഓർ ഇ റൈസ് ടു എക്സ് മൈനസ് വൈ എന്നാവാം. അങ്ങനെ പല രീതിയിൽ വരാവുന്നതാണ് dy ബൈ ഡി എക്സ് എന്നുള്ളത്. അപ്പോൾ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ y ഓഫ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു വൈ സീറോ, വേർ എഫ് ഓഫ് എക്സ് വൈ ഈസ് എ ഗിവൺ ഫംഗ്ഷൻ ഓഫ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് y അറ്റ് സം വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സീറോ ഈസ് ആൾസോ ഗിവൺ. അതായത് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. ഈ y എന്നുള്ള ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേക എക്സ് വാല്യൂലുള്ള വാല്യൂ തന്നിട്ടുണ്ടാവും. എക്സ് സീറോ എന്ന് പറയുമ്പോൾ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആണ് വൈ സീറോ. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ y ഫോർ അതർ വാല്യൂസ് ഓഫ് എക്സ്. എക്സിൻ്റെ വേറെ വാല്യൂസിന് ഈ y കണ്ടെത്തുന്നതാണ്. നമ്മുടെ കയ്യിൽ വൈയുടെ എക്സ്പ്രഷൻ ഇല്ല, dy ബൈ ഡി എക്സിൻ്റെ എക്സ്പ്രഷനേ ഉള്ളൂ. അപ്പോൾ അതിന് പല മെത്തേഡുകളുണ്ട്. അതിൽപ്പെട്ട ഒരു മെത്തേഡാണ് യൂളർ മെത്തേഡ് എന്നുള്ളത്. യൂളർ മെത്തേഡ് എന്നുള്ളതിൽ the given function is dy by dx is equal to f of xy and the initial condition is y of x0 is equal to y0. ഇങ്ങനെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് y when x is equal to 0.1 given that dy by dx is equal to x square plus y. അപ്പോൾ അവിടെ f of xy എന്നുള്ള ഫംഗ്ഷൻ x square plus y എന്നാണ്. ആൻഡ് y ഓഫ് 0 ഈക്വൽ ടു 1. അപ്പോൾ x0 എന്നുള്ളത് 0 ആണ്, y0 1 ആണ്. എക്സ് 0 ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ 1 ആണ്. ചോദിച്ചിട്ടുള്ളത് എക്സ് 0.1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണെന്ന ചോദ്യം. അപ്പോൾ അതാണ് നമ്മുടെ എയിം വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ടു ഫൈൻഡ് y അറ്റ് y1 എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒരു y വാല്യൂ എടുക്കുകയാണ്. അറ്റ് എ പോയിൻറ്റ് x1 ഇസ് ഈക്വൽ ടു x0 പ്ലസ് h. പിന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, x0 ഉണ്ട്, അതായത് ഇനീഷ്യൽ എക്സ് വാല്യൂ ഉണ്ട്, അവിടുത്തെ y വാല്യൂ ഉണ്ട് y0. ആൻഡ് വി ആർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് സം അതർ പോയിൻറ്റ് x1 എന്നുള്ള തൊട്ടടുത്തൊരു പോയിൻറ്റിലെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടെത്തപ്പെടും. അപ്പോൾ x1 എന്നുള്ളത് x0യിൽ നിന്ന് h ഡിസ്റ്റൻസ് അപ്പുറത്തുള്ളത്. അപ്പോൾ x1 ഇസ് ഈക്വൽ ടു x0 പ്ലസ് h. എന്നുള്ളത് ഇറ്റ് വിൽ ബി വെരി സ്മാൾ.
അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഈ ഫംഗ്ഷനെ. ഇൻ്റഗ്രൽ x0 to x0 plus h dy by dx into dx is equal to integral x0 to x0 plus h f of xy dx എന്ന് പറയാം. Now as ഞാൻ ഒരു അപ്രോക്സിമേഷൻ കൊടുക്കാൻ പോകണം ഇവിടെ. ആസ് h is very small, അപ്പോൾ ഇവിടെ നമ്മുടെ അപ്രോക്സിമേഷൻ കറക്റ്റ് ആവണമെങ്കിൽ h should be very small. If h is very small, assuming f of xy എന്ന് പറയുമ്പോൾ it is the value of the function in the interval from x0 to x0 plus h, x0 മുതൽ x0 plus h വരെയുള്ള ആ ഇൻ്റർവെല്ലിലെ വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് വൈ. സോ എച്ച് വളരെ സ്മാൾ ആണെങ്കിൽ ഈ x0യും x0 plus h എന്ന് പറയുന്ന പോയിൻറ്റും വളരെ ക്ലോസ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ടു ബി ഈക്വൽ ടു ദ വാല്യൂ അറ്റ് ദി സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഇൻ്റർവെൽ. എഫ് ഓഫ് എക്സ് വൈനെ അപ്രോക്സിമേറ്റ്ലി എഫ് ഓഫ് x0 y0 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ we are approximating the function f of xy with its value at the initial point of the interval. ആ ഇൻ്റർവെലിൻ്റെ ഇനീഷ്യൽ വാല്യൂ ഇനീഷ്യൽ പോയിന്റിൽ, അതായത് x0 y0 എന്നുള്ള ആ പോയിന്റിലെ വാല്യൂ വെച്ചിട്ട് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യണം. ഇതാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ x0 to x1, x0 മുതൽ x1 വരെ, x1 എന്ന് പറഞ്ഞാൽ x0 plus h, ആ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയി അസ്യൂം ചെയ്യാണ് എഫ് ഓഫ് x0 y0. അപ്പോൾ ഈ ഇക്വേഷൻ dy by dx into dx എന്നുള്ളത് dy ആവും, ഇൻ്റഗ്രൽ dy എന്നുള്ളത് y ആവും. സോ ഇറ്റ് ബിക്കംസ് y of x0 plus h മൈനസ് y of x0. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് പുറത്തെടുക്കാം, എഫ് ഓഫ് x0 y0, ദെൻ ഇൻ്റഗ്രൽ x0 to x0 plus h dx എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു h ഇൻറ്റു x0 plus h minus x0 എന്നുള്ളത് h ആവും, h ഇൻറ്റു എഫ് ഓഫ് x0 y0 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു y ഓഫ് x0 plus h, അതായത് ഇവിടെ y of x0 plus h is equal to y of x0 plus h into f of x0 y0. So that is y of x0 plus h ആണ് y of x1 എന്ന് പറയാം. y of x1 ആണ് നമ്മൾ y1 എന്ന് വിളിച്ചത്, x1 എന്നുള്ള പോയിന്റിൽ y വാല്യൂ. സോ y1 is equal to y0 plus h into f of x0 y0. So this is the value of y at the next step. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ മീനിങ് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് y അറ്റ് ദ നെക്സ്റ്റ് എക്സ് പോയിന്റ്. അപ്പോൾ x0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു y0 നമ്മുടെ കയ്യിലുണ്ട്. Then value of y corresponding to x1 is y1 is equal to y0 plus h into f of x0 y0. Similarly, അപ്പോൾ ഇവിടെ y1 കിട്ടിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, y2 കണ്ടെത്താം. y2 എന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. x1 to x2 ആണ് അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ വരുന്നുണ്ടാവുക. x2 എന്ന് പറയുമ്പോൾ x1 plus h എന്ന് പറയാം. അപ്പോൾ ആ കേസിൽ നമ്മൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈനെ നമ്മൾ എഫ് ഓഫ് x1 y1 എന്ന രീതിയിൽ അസ്യൂം ചെയ്യാണ് കോൺസ്റ്റൻ്റ് ആയിട്ട്, h is very small. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താ ചെയ്യുന്നത്, വി ആർ അസ്യൂമിങ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ ഇനീഷ്യൽ പോയിന്റ്. സോ വി ഗെറ്റ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടാകും ഇൻ്റഗ്രൽ x1 to x dy by dx എന്നുള്ളത് ഇൻ്റഗ്രൽ dy എന്ന് വരും. സോ y of x1 plus h മൈനസ് y of x1 എന്ന് വരും. y of x1 plus h മൈനസ് y of x1 is equal to ഇവിടെ h ഇൻറ്റു, ബിക്കോസ് x1 plus h by മൈനസ് x1 എന്നുള്ള h ആവും, h ഇൻറ്റു എഫ് ഓഫ് x1 y1 എന്ന് വരും. സോ y of x1 plus h that is y2 is equal to y1 plus h into f of x1 y1 എന്ന് വരും. Proceeding like this we get the general formula of Euler's method, that is y of n plus 1. yn plus 1 is equal to yn plus h into f of xn yn for n equal to 0, 1, 2, 3 etc. നമുക്ക് ഏത് y വരെ പോകണോ അതിനനുസരിച്ച് അത്രയും വരെ. So this is the general formula of Euler's method. So to minimize the error we have to take a very small h. എറർ മിനിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ h എന്താവണം, വളരെ ചെറുതാക്കണം. റിസൾട്ടിങ് ഇൻ മെനി ഇൻ്റഗ്രേഷൻ സ്റ്റെപ്സ്. ഈ h വളരെ ചെറുതാണെങ്കിൽ പിന്നെ അവിടെ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്കിപ്പോൾ ഫൈനൽ വാല്യൂ ഓഫ് y എന്നുള്ളത് വളരെ അകലാണെങ്കിൽ അത്രയും സ്റ്റെപ്പിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ദിസ് മെത്തേഡ്, യൂലർ മെത്തേഡ് ഈസ് സെൽഡം യൂസ്ഡ് ഇൻ പ്രാക്ടീസ് ബിക്കോസ് ദ വാല്യൂ ഓഫ് ദ മെത്തേഡ് ലൈസ് മെയിൻലി ഇൻ സിംപ്ലിസിറ്റി. അത് വളരെ സിമ്പിളാണ്. ഈ ദിസ് ഫോർമുല ഈസ് വെരി സിമ്പിൾ, ബട്ട് ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത്രത്തോളം യൂസ് ചെയ്യാറില്ല, കാരണം എറർ വളരെ കൂടുതലാണ്. എറർ മിനിമൈസ് ചെയ്യണമെങ്കിൽ പിന്നെ സ്റ്റെപ്പ് സൈസ് മിനിമൈസ് ചെയ്യണം. സ്റ്റെപ്പ് സൈസ് മിനിമൈസ് ചെയ്യുമ്പോൾ പിന്നെ ഇൻ്റഗ്രേഷൻ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി വെരി സ്ലോ.
അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് RK4 മെത്തേഡാണ്, രഞ്ജിക്കൂട്ട ഫോർത്ത് ഓർഡർ മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. സോ ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ലേറ്റർ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തിയറി ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ളത് ഈ ഇക്വേഷനാണ്. yn+1 = yn + h × f(x and yn). പിന്നെ ഇവിടെ ജോമെട്രിക്കലി ഓർത്ത് വെക്കേണ്ടത് വി ആർ അപ്രോക്സിമേറ്റിംഗ് ദ ഫംഗ്ഷൻ f(xy) വിച്ച് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദി ഇൻ്റർവെൽ. f(xy) എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് dy/dx ആണ്, അത് സ്ലോപ്പാണ്. അത് ആ ഫംഗ്ഷൻ്റെ നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ y ആണ്. അപ്പോൾ y എന്നുള്ള ഫംഗ്ഷൻ്റെ സ്ലോപ്പാണത്. സോ വി ആർ അപ്രോക്സിമേറ്റിംഗ് ദ സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ with its value at the initial point of the interval. ആ ഇൻ്റർവെലിൻ്റെ ഈ തുടക്കത്തിലുള്ള വാല്യൂ വെച്ചിട്ട് നമ്മൾ സ്ലോപ്പിനെ അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ജോമെട്രിക്കലി. ഡിറ്റർമിൻ ദ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ, ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് y when x is equal to 0.1 given that dy/dx is equal to x² + y and y of 0 is equal to 1. Find the values using Euler's method, a step size of 0.05. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് നോക്കേണ്ടത് dy/dx ഈസ് f(xy) ആണ് നമ്മുടെ ജനറൽ ഫോർമുല. ഇവിടെ ഉള്ളത് x² + y. ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ എന്നുള്ളത് y of 0 is equal to 1. അതായത് x0 എന്നുള്ളത് 0 ആണ്, y0 എന്നുള്ളത് 1 ആണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് y when x equal to 0.1. x 0.1 ആണ്. അപ്പോൾ ലാസ്റ്റ് എക്സ് വാല്യൂ നമുക്ക് വേണ്ടത് 0.1 ആണ്, xn എന്ന് പറയാം. ഇറ്റ് ഈസ് 0.1. സ്റ്റെപ്പ് സൈസ് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് സൈസ് ഈസ് 0.05 ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഫോർമുല ഫോർ യൂലൈസ് മെത്തേഡ്, ഇറ്റ് ഈസ് yn+1 is equal to yn plus h into f(x and yn) for n equal to 0, 1, 2, 3, etc. So here this formula becomes yn+1 is equal to yn plus h into f(xy) എന്നുള്ളത് ഇറ്റ് ഈസ് x² + y. അപ്പോൾ ഇവിടെ അത് xn² + yn എന്നാവും. അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പാസ് ചെയ്യാണ്. y1 എന്ന് പറയുമ്പോൾ y of x1, ദാറ്റ് ഈസ് x1 എന്നുള്ളത് x0 + h എന്നുള്ളത് 0.05 ആണ്. അപ്പോൾ y of 0.05 is equal to y0 plus h into f(x0, y0). f(x0, y0) എന്ന് പറയുമ്പോൾ x0² plus y0, that is equal to y0 എന്നുള്ളത് 1 ആണ്, because this is 1 plus h, that is 0.05 into x0, it is 0 square plus y0, that is 1 square plus 1, so it is equal to 1.05. That is first y1. Then y2 is equal to y of x0 plus h ആണ്. x0 ആണ് 0.05, അതിന് കൂടെ ഒരു h കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും? 0.1 ആവും. സോ 0.1 is equal to ഫോർമുല y1 plus h into x1² plus y1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു y1, ദാറ്റ് ഈസ് 1.05. ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1.05 plus h, that is 0.5 into x1², that is 0.5 whole square plus 1 plus 0.5, that is y1 എന്നുള്ള 1 plus 0.5. So that is equal to 1.102625 എന്ന് വരുന്നുണ്ടോ. Okay, next one is next problem is determine the value of y when x is equal to 0.4 given that dy/dx is equal to x plus y and y of 0.2 is equal to 1. Find the value of y using Euler's method with a step size of 0.5. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 0.2, y of 0.2 ആണ്. അപ്പോൾ ഇവിടെ x0 എന്നുള്ളത് 0.2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ നമുക്ക് നോക്കാം. ഇവിടെ x0 is equal to 0.2. then y0 തന്നിട്ടുണ്ട്. y0 is equal to 1 because ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് y of 0.2 is equal to 1. so x0 is equal to 0.2, y0 is equal to 1. then x1 is equal to
x1 എന്നുള്ളത് ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് ഈസ് എക്സ് പ്ലസ് വൈ. സോ ഡിഫ് എഫ് ഓഫ് എക്സ് വൈ റിട്ടേൺ എക്സ് പ്ലസ് വൈ. ആ ഫംഗ്ഷനായിട്ട് അതിനെ ഡിഫൈൻ ചെയ്തു. ദെൻ x0 y0 ദെൻ x1 is equal y1 is equal to h എന്നുള്ളത് എഴുതാം. h എന്നുള്ളത് h is equal to 0.05 എന്നുള്ളത് വന്നിട്ടുണ്ട്. ദെൻ y1 is equal to y0 പ്ലസ് h ഇൻറ്റു f of x0 y0 x0 y0. നിങ്ങൾക്ക് ഇത് സാധാരണ മാനുവലായിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാവുന്നതാണ്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് y1 ഈസ് ഈക്വൽ ടു 1.06. ഇവിടെ കാണാം നിങ്ങൾക്ക് 0.25 x1 0.25 കറസ്പോണ്ടിങ് ആയിട്ട് y1 എന്നുള്ളത് 1.06. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ പറയാം x1 എന്നുള്ളത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു x0 പ്ലസ് h. അതുപോലെ തന്നെ y1 ഇവിടെ കയ്യിലുണ്ട്. സോ വി ക്യാൻ ഹാവ് y2 ഈസ് ഈക്വൽ ടു y0 ദാറ്റ് ഈസ് y2 ഈസ് ഈക്വൽ ടു y1 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x1 y1. So you will get y2 value will be 1.125500002 എന്നുള്ളത് നിങ്ങൾക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ബിക്കോസ് ഞാൻ 4 ഡെസിമൽ പ്ലേസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സിമിലർലി y3. അപ്പോൾ y3 വേണമെന്നുണ്ടെങ്കിൽ y2 വേണം, x2 വേണം. അപ്പോൾ x2 നമുക്ക് ഡിഫൈൻ ചെയ്യാം. x2 will be equal to x1 plus h എന്ന് വരും. So we can have y3 is equal to y2 plus f of x2 y2. So y3 is also obtained as 1.19677 something 1.1968 എന്ന രീതിയിൽ വരുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് മാനുവലായി ചെയ്യാവുന്നതാണ്. മാനുവലായി ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ വേണ്ടിയിരുന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ എഫ് ഓഫ് എക്സ് വൈ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, പിന്നെ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാനിവിടെ പൈത്തൺ വെച്ചിട്ട് ചെയ്തെന്ന് മാത്രം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ബോർഡിൽ? ഹലോ, നിങ്ങളെ സ്ക്രീനിൽ പൈത്തൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, കാണുന്നില്ല? ഓക്കെ, അതാ കാണുന്നില്ല, പൈത്തൺ സ്ക്രീൻ വന്നിട്ടില്ല. ഓക്കെ, ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അതായത് ഫോമാറ്റ് ഓപ്പറേറ്റർ ഫോമാറ്റിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എക്സ് വൈ സിക്കൽ x0 y0 ദെൻ പ്രിൻറ്റ് എക്സ് വൈ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു സ്ട്രിങ് ആണിത്. എക്സ് എന്നുള്ളൊരു സ്ട്രിങ് ആണ്, വൈ എന്നുള്ളൊരു സ്ട്രിങ് ആണ്. അപ്പോൾ എക്സ് വൈ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യും. എക്സും ഒരു കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ട് വൈയും പ്രിൻറ്റ് ചെയ്യും. കോമ ഒരു സ്പേസായി മാറും. ദെൻ പ്രിൻറ്റ് എക്സ് വൈ, അത് ഒരു സ്ട്രിങ് അല്ല. എക്സും വൈയും വാല്യൂസാണ് പ്രിൻറ്റ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യും. കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ എന്താണ് അത് പ്രിൻറ്റ് ചെയ്യും. ആദ്യം വരെ പ്രിൻറ്റിങ്ങിൽ വരിക x0 y0 ആണ് വരുന്നുണ്ടാവുക. ദെൻ വൈൽ എക്സ് ഈസ് ലെസ് ദാൻ എക്സ് എൻ, എക്സിൻ്റെ വാല്യൂ എക്സ് എന്നിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് എക്സ് എൻ വരെ പോകണം. എക്സ് എൻ എത്തിയാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ x0 ആണ്, എന്തായാലും എക്സ് എന്നിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് y ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് y എന്നുള്ളത് പുതിയ വാല്യൂ ആണ്, വൈയുടെ പുതിയ വാല്യൂ. ന്യൂ വാല്യൂ ഓഫ് y ഈസ് ഈക്വൽ ടു ഓൾഡ് വാല്യൂ ഓഫ് y. വാട്ട് ഈസ് ഓൾഡ് വാല്യൂ? നൗ ഇറ്റ് ഈസ് y0. ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ y0 ആണ്. അപ്പോൾ ഇവിടെ വൈക്ക് പകരം y0 എന്നുള്ളതാണ് വാല്യൂ വരിക. y0 പ്ലസ് എച്ചിൻ്റെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് x0 y0 ആണ്. സോ എച്ചിൻ്റെ എഫ് ഓഫ് x0 y0. സോ y അറ്റ് ദ എൻഡ് ഓഫ് ദ സബ് ഇൻ്റർവെൽ യൂസിങ് എക്സ് ആൻഡ് വൈ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അപ്പോൾ നമ്മുടെ ആ സബ് ഇൻ്റർവെലിൻ്റെ എൻഡിലുള്ള വൈയുടെ വാല്യൂ കണ്ടെത്താൻ പോകുന്നത് യൂസിങ് ദ വാല്യൂ അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെ y ഈസ് ഈക്വൽ ടു y പ്ലസ് ദാറ്റ് ഈസ് ന്യൂ വാല്യൂ ഓഫ് y ഈസ് ഈക്വൽ ടു ഓൾഡ് വാല്യൂ ഓഫ് y പ്ലസ് എച്ചിൻ്റെ എഫ് ഓഫ് ഓൾഡ് വാല്യൂ ഓഫ് എക്സ് ഇൻറ്റു ഓൾഡ് വാല്യൂ ഓഫ് y.
അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു y1 ഈസ് ഈക്വൽ ടു y0 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x0 y0. അപ്പോൾ അത് വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ വൈയിലുള്ളത് പുതിയ y വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ y1 ആണ് ഇപ്പോൾ y എന്ന വേരിയബിൾ ഉള്ളത്. x എന്ന വേരിയബിളിൽ അപ്പോൾ x1 ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, x is equal to x പ്ലസ് h എന്ന് കൊടുക്കുകയാണ്. എക്സിനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, അപ്പോൾ x1 ആവും. ദെൻ പ്രിൻറ്റ് xy, ഇപ്പോൾ ഉള്ള എക്സും വൈയും, അപ്പോൾ പുതിയ എക്സ് പുതിയ വൈ അത് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും അത് ലൂപ്പിലേക്ക് പാസ് ചെയ്യും. വൈൽ എക്സ് ഇസ് ലെസ് ദാൻ xn. ഇപ്പോൾ എക്സ് എന്നുള്ളത് ഇപ്പോൾ ഇതിൽ ഈ കേസിലാണെങ്കിൽ 0 ആണ്, x0 x1 0.5 ആവും. സോ 0.5 ഈസ് ലെസ് ദാൻ 2. സോ ഇത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ y എന്നുള്ളത് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സും വൈയും പ്രിൻ്റ് ചെയ്യും. ദെൻ വീണ്ടും ഇങ്ങോട്ട് വരും. നൗ എക്സ് ഈസ് 1 ഈസ് ലെസ് ദാൻ 2. സോ ഇത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എക്സ് 1.5 ആവും. 1.5 കറസ്പോണ്ടിങ് വൈ വാല്യൂ പ്രിൻ്റ് ചെയ്യും. എഗെയിൻ ഇത് ലൂപ്പിലേക്ക് പാസ് ചെയ്യും. നൗ എക്സ് ഈസ് 1.5 ഈസ് ലെസ് ദാൻ 2. സോ എഗെയിൻ ലൂപ്പിലേക്ക് പാസ് ചെയ്യും. എക്സിൻ്റെ വാല്യൂ 2 ആവും. കറസ്പോണ്ടിങ് വൈ വാല്യൂ പ്രിൻ്റ് ചെയ്യും. ദെൻ വീണ്ടും ഇങ്ങോട്ട് വരും. നൗ x2 ഈസ് ലെസ് ദാൻ 2 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യില്ല, കാരണം 2ഉം 2ഉം ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യില്ല, ഇറ്റ് വിൽ എക്സിറ്റ്. അപ്പോൾ എത്രയാണ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇത് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതെന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. യു ക്യാൻ സീ ദ പ്രോഗ്രാം, ഇറ്റ് ഈസ് എക്സിക്യൂട്ടിങ് xy എന്ന് വന്നു ആദ്യം. അതാണ് നമ്മൾ ആദ്യത്തെ xy, ഈ പ്രിൻ്റ് xy. ദെൻ xy 0 0 0 0 എന്ന് പറയുമ്പോൾ x0 y0. ദെൻ 0.5 എക്സ് കറസ്പോണ്ടിങ് y 1. ദെൻ എക്സ് എന്നുള്ളത് 1, y 2.09 സംതിങ്, എക്സ് 1.2, ദെൻ 2 കറസ്പോണ്ടിങ് y. ഇതാണ് ഇതിൽ പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ജസ്റ്റ് പ്രത്യേകിച്ച് ഫോമാറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ. ഇപ്പോൾ ഇനി ഈ ഫോമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ പ്രിൻറ്റിങ് അത്രത്തോളം ഒരു കാണാനൊരു ഭംഗിയില്ലാത്ത പ്രിൻറ്റിങ്ങാണിത്. കാരണം ചിലതെല്ലാം 2 ഡെസിമൽ പ്ലേസ്, ചിലത് 4 ഡെസിമൽ പ്ലേസ്, ഇങ്ങനെയെല്ലാം വരുന്നത്. അപ്പോൾ ആ പ്രിൻറ്റിങ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ഫോമാറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പ്രിൻ്റ് xy എന്നുള്ളതിന് പകരം അവിടെ ഈ രീതിയിൽ പ്രിൻ്റ് 2s 4s നോക്കാം എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. ഇത് ഞാനൊന്ന് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി കാണാം അവിടെ ഫസ്റ്റത്തെ xy പ്രിൻറ്റിങ് നോക്കാം. എക്സും വൈയും തമ്മിൽ നല്ലൊരു ഡിഫറൻസ്. ഇവിടെ എക്സിന് എന്ത് കൊടുക്കുന്നത്, 2 സ്പേസ് കൊടുക്കുന്നുണ്ട്. 1 സ്പേസ്, സെക്കൻഡ് സ്പേസിലെ എക്സ് വരുന്നത്, അത് ഇതിലാണ് സ്പേസ് വരുന്നത് 2s, 2 സ്പേസ്. ദെൻ ഇവിടെ വരുന്ന ഈ ഗ്യാപ്പ് 1 2 3 4 5, ആ 5 ഗ്യാപ്പും ഇവിടെ വരും. 1 2 3 4 5. ദെൻ ഇവിടെ ഞാൻ 4s എന്നാണ് പറയുന്നത്. 4s എന്ന് പറയുമ്പോൾ 4 സ്പേസിലാണ് y പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത 4 സ്പേസ് വൈക്ക് ഉപയോഗിക്കും. 1 2 3 4. അതിലേറ്റവും അടുത്തായിട്ടാണ് y പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ടാവുക. നിങ്ങൾക്കതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങളെ എന്താണ് പ്രിൻ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച്. ഇപ്പോൾ അടുത്തത് ഇപ്പോൾ പ്രിൻ്റ് xy എന്നുള്ളത് അങ്ങനെ വരുന്നത്. പ്രിൻ്റ് xy എന്നുള്ളത് അതിൻ്റെ ഒന്ന് ദിസ് ഈസ് കാൾഡ് ഫോമാറ്റിംഗ് എന്ന് പറയാം. %2s സ്ട്രിങ് ആണ് ഇവിടെ വന്നത്. എക്സും വൈയും സ്ട്രിങ് ആണ്, അതുകൊണ്ടാണ് എസ് എന്ന് ഉപയോഗിച്ചത്. ഈ %2 എന്നുള്ളത് എത്ര വിഡ്ത്തിൽ വേണമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 എന്നുള്ളത് 20 ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിന് ഡിഫറൻസ് കാണാം. 20 എന്നുള്ളതാണെങ്കിൽ 20 സ്പേസിൽ എക്സ് ഉപയോഗിക്കും. ഈ എക്സിന് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അത്രയും സ്പേസ് എക്സിന് ഉപയോഗിക്കും 20 എന്നാണെങ്കിൽ. അപ്പോൾ എത്ര സ്പേസിൽ ആ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ 2 സ്പേസ് മതി. അതുപോലെ അപ്പോൾ ഇത് പിന്നെ ഈ പ്രിൻറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഈ പ്രിൻ്റ് xy എന്നുള്ളത് കാണാൻ നിങ്ങൾക്ക് ഈ പ്രിൻ്റ് xy എന്നുള്ളതും അതേ ഒരു സ്പേസിലേക്ക് പ്രിൻ്റ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണാം, ഒന്നാമത്തെ xy പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് അടുത്ത പ്രിൻറ്റിൽ കാണാം %.3f. 0.3 എന്ന് പറയുമ്പോൾ ഡെസിമലിന് ശേഷം 3 ഡെസിമൽ പോയിൻ്റ് കാണിക്കണം. ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ് എക്സ് എന്നുള്ളത്. അപ്പോൾ അത് അടുത്തത് അതിനിടയ്ക്ക് 1 2 3 3 സ്പേസ് കാണിച്ചിട്ട്
പിന്നെ 4 ഡെസിമൽ പോയിൻ്റ് വരുന്ന രീതിയിൽ y പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 3 ഡെസിമൽ പോയിൻ്റ് വരുന്നുണ്ട് എക്സിന്. പിന്നെ 1 2 3 3 സ്പേസ് കാണിച്ചിട്ട് 4 ഡെസിമൽ പോയിൻ്റ് വരുന്ന രീതിയിൽ വൈയെ പ്രിൻ്റ് ചെയ്തു. ആക്ച്വലി ഇത് 0 0 ആണ്. അടുത്ത് നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് എക്സ് വൈ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരാം 0 0. അതിപ്പോൾ ഇവിടെ 0.00 എന്ന രീതിയിൽ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രിൻ്റ് ഒഴിവാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് വരുന്നത് ഈ മൂന്നാമത്തെ പ്രിൻ്റ് അതുകൂടി നമുക്കൊന്ന് ഫോമാറ്റ് ചെയ്യാം. അപ്പോൾ അത് ഫോമാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. സോ ദിസ് വിൽ ബി ദ ഫോമാറ്റ്. ജസ്റ്റ് അതേ വാല്യൂ തന്നെയാണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ 0.0000 നിങ്ങളവിടെ കാണാൻ ഭംഗിയില്ലാത്തൊരു പ്രിൻറ്റിങ് ഇവിടെ എന്തായാലും ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നു. 4 ഡെസിമൽ പ്ലേസിലേക്ക് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടത്. അപ്പോൾ ഇതാണ് ഫോമാറ്റ് ഓപ്പറേറ്റർ എന്നുള്ളത്. ഫോമാറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഏതായാലും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് ഓർത്ത് വെക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. എഫ് എന്ന് വന്നാൽ പിന്നെ ഇവിടെ ഉള്ളത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ്. എസ് എന്നാണെങ്കിൽ അത് സ്ട്രിങ് ആണ്. പിന്നെ സ്മോൾ ഡി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇൻറ്റിജറാണ്. ഇവിടെ ഇൻറ്റിജറാണ് നിങ്ങൾക്ക് ഫോമാറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡി ആണ് ഉപയോഗിക്കേണ്ടത്. ഇത്രയും മൂന്നാണുള്ളത്. അഥവാ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോഗ്രാം എന്നുള്ളത്. ഇപ്പോൾ ദിസ് ഈസ് ദ പ്രോഗ്രാം ഫോർ യൂളർ മെത്തേഡ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വേറൊരു ഫംഗ്ഷൻ വേണമെന്നാണെങ്കിൽ ഇവിടെ ഈ f(x, y) ഡിഫൈൻ ചെയ്യുന്നിടത്ത് അത് ചേഞ്ച് ചെയ്യാം. കറസ്പോണ്ടിങ് അതിൻ്റെ ഇനീഷ്യൽ വാല്യൂസ് അതുപോലെ തന്നെ ഫൈനൽ എക്സ് വാല്യൂ എച്ച് ഇത്രയും പാർട്ട് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും പാർട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. വേറെ ഒരു പ്രോഗ്രാമിന് വേറെ ഒരു പ്രോബ്ലത്തിൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും.